ഹായ് ഫ്രണ്ട്സ്, പത്മാസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കലാക്കണ്ട് എന്നറിയപ്പെടുന്ന മിൽക്ക് കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ ഈസിയായി നമുക്ക് തയ്യാറാക്കാം. 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ്സാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് നോക്കാം. മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ ഞാൻ 1 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഈ 1 ലിറ്റർ പാലൊഴിച്ച് 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ നന്നായി തിളപ്പിക്കുക. ഈ സമയം ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പാല് നന്നായി തിളച്ച് കുറച്ച് വറ്റിയിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നാരങ്ങ നീര് ഒഴിച്ചതിന് ശേഷം പാല് പിരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വെള്ളം വറ്റുന്നതുവരെ കൈയെടുക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇനി ഇതിലേക്ക് ഒരു ബൗളിൻ്റെ 1/4 ഭാഗത്തോളം പഞ്ചസാര ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇനി 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായി വെള്ളം വറ്റിച്ചെടുക്കുക. പാത്രത്തിൽ നിന്നും വിട്ട് വരുന്നതാണ് അതിൻ്റെ പരുവം. കറക്റ്റ് പാകമായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് ചൂടോടുകൂടി തന്നെ പാത്രത്തിലേക്ക് മാറ്റാം. മുകൾ ഭാഗം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായി കട്ട് ചെയ്തെടുത്ത കുറച്ച് ബദാം ആഡ് ചെയ്യുന്നുണ്ട്. പിസ്ത, നട്ട്സ് എന്നിവയും ചേർക്കാം. ഇനി ഇതുപോലെ ചെറുതായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുക്കാം. ഒന്ന് തണുപ്പിച്ചെടുക്കാം. 3 മണിക്കൂറിന് ശേഷം നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് പീസാക്കി എടുക്കാം. നല്ല മധുരവും ടേസ്റ്റിയുമായ നമ്മുടെ മിൽക്ക് കേക്ക് അല്ലെങ്കിൽ കലാക്കണ്ട് ഇനി സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഈ സ്വീറ്റ്സ് നിങ്ങൾ ഉണ്ടാക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് എന്നിവ ചെയ്യണേ. ഈ റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.